ബംഗാൾ സംഘർഷത്തിൽ മമതാ സർക്കാരിനെതിരെ പ്രതിഷേധമിരമ്പുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് കൂടിക്കാഴ്ച നടത്തുകയാണ്. അമിത്ഷായുടെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ പ്രതിഷേധം ഇരമ്പുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ബംഗാളിലുടനീളം കാണാൻ കഴിയുന്നത്. ഇതിനു മുൻപും ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രപതിയുമായിട്ടൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ. കൂടിക്കാഴ്ച എങ്ങനെ പുരോഗമിക്കുന്നു, മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ ആയിട്ട് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച തുടരുകയാണ്. ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം പശ്ചിമ ബംഗാളിലെ നിലവിലെ സാഹചര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയിൽ ആർജിക്കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ വലിയ കൊടിയ പീഡനത്തിനൊടുവിൽ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. ഇതിനെ തുടർന്ന് വലിയ സംഘർഷങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല എന്നുള്ളത് പൊതുവെ ഉയരുന്ന ആരോപണമാണ്. അതിന് പ്രത്യക്ഷ ഉദാഹരണവുമായി പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയിൽ തന്നെ പല സംഭവങ്ങളുണ്ടായി. ഇതിനെല്ലാം പുറമെ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതര പാർട്ടികളിൽപ്പെട്ട സ്ത്രീകൾക്ക് നേരെ വ്യാപകമായ അക്രമങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ടായി. സന്ദേശ് കാലി അടക്കം അവിടെ വലിയ വംശീയ അധിക്ഷേപങ്ങളും അതേപോലെ തന്നെ വലിയ വംശീയ ഹത്യകളും നടക്കുന്ന സാഹചര്യങ്ങളായിരുന്നു പശ്ചിമ ബംഗാൾ ഉണ്ടായിരുന്നത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ബോധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ അദ്ദേഹം രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും കണ്ട് പശ്ചിമ ബംഗാളിലെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു.